അരവിന്ദേട്ടനാണോ? ആ, എവിടെ പോയിട്ട് വരുന്നു? ചന്തയിൽ പോയിട്ട് വരാ. അരവിന്ദേട്ടാ, അരവിന്ദേട്ടാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ചിലപ്പോൾ ഇനി ഇത് ആവർത്തിക്കും. ഏയ് വേണ്ട, ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ഇത് ഞാനെന്ന വ്യക്തിയോടുള്ള വിരോധമാണ്. പ്രതികരിക്കണ്ട, താനെ അടങ്ങിക്കോളും. ഈ ആരംഭ ദശയിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രശ്നങ്ങളായാൽ നമ്മുടെ പദ്ധതികളൊക്കെ തകരാറിലാവും. അരവിന്ദേട്ടൻ ഒരു വ്യക്തിയല്ല, കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് അയാളൊന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടുകാരെ നമുക്കറിഞ്ഞൂടെ അളിയാ. അവരൊന്ന് 4 മുദ്രാവാക്യം വിളിച്ചങ്ങ് വെക്കുള്ളൂ. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? വേണമടോ. ഏതോ ഒരു വരത്തന്റെ വാക്കും കേട്ട് വിവരമില്ലാതെ ഇളകി വരുന്ന ജനങ്ങളാ. അവർക്ക് റൈസ് മില്ല് തീ വയ്ക്കാം, ഓട്ട് കമ്പനി തീ വയ്ക്കാം, എന്നെയും നിന്നെയും തല്ലാൻ കൊല്ലാം. വേണ്ടത് വേണ്ടപ്പോ കൊടുത്തില്ലെങ്കിൽ നമുക്കൊക്കെ പിന്നെ ഇവിടെ എന്താണോ ഒരു വില? മുതലാളി, എന്താടാ മുതലാളി, അവർ ഒരുപാട് ആളുകളുണ്ട്, ആയുധങ്ങളുമുണ്ട്. മുതലാളി ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്താടാ പറഞ്ഞത്? ഈ മാധവമേനോൻ ഇവിടെ നിന്ന് മാറിയിരിക്കണമെന്നോ? നിന്നെ ഒന്നും കണ്ടിട്ടല്ലടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇതൊരു നിമിഷത്തിന്റെ ആവേശമല്ലേ തോമാച്ച? ഇതിനൊരു ശാശ്വത സ്വഭാവം ഉണ്ടോ? ഒരു മാധവമേനോനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്താൽ വിപ്ലവം വരുമോ തോമാച്ച? ഇനി ഇത് വിജയിച്ചെങ്കിൽ തന്നെ അടുത്ത പരിപാടി എന്താ? റെഡ് ഫോർട്ടിൽ കൊടി പറത്തുന്നവരെയുള്ള കാര്യങ്ങള് ഇവിടെ ഇരുന്ന് ഈ ഗ്രാമത്തിരുന്ന് ചാർട്ട് ചെയ്തിട്ട് സമരം തുടങ്ങാൻ പറ്റില്ല. നമ്മളൊരു വിത്തിട്ടു, അല്പം വെള്ളം ഒഴിച്ചു, മുളക്കട്ടെ. ഈ വളമിടാനും കൊയ്ത്തിറത്താനൊക്കെ ഉള്ള ദൈവം തരും അല്ലേ? ഈ പാവങ്ങളുടെ എല്ലാ ആധാരവും പട്ടയവും ഒക്കെ ആ മാധവമേനോന്റെ കയ്യിലാ. ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് അയാൾ കൊയ്ത്ത് സ്റ്റേ ചെയ്താൽ ഇവർ വലയും. ഒരു 4-5 ദിവസത്തിനുള്ളിലെങ്കിലും കൊയ്ത്ത് നടത്തിയില്ലെങ്കിൽ ഇവർ പട്ടിണിയാവും. നമ്മളിനി ശ്രമിച്ച് കൊയ്ത്ത് സ്റ്റേ മാറ്റണമെങ്കിൽ തന്നെ അതിനി 1 മാസമെങ്കിലും എടുക്കും. അപ്പോഴേക്കും നെല്ല് നശിക്കും, മുള പൊട്ടും. മുതലും പലിശയും കിട്ടിയില്ലെന്നും പറഞ്ഞ് അവസാനം ഈ കാണുന്ന പാടങ്ങൾ മുഴുവൻ അയാളുടെ കയ്യിരിക്കും. താൻ എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ മാധവമേനോ പോയിന്ന് കാണാം. താഴാവുന്നതിന് പരമാവധി താഴാം. വേണമെങ്കിൽ കാല് വരെ പിടിക്കാം. അരവിന്ദൻ പറഞ്ഞ കേട്ടല്ലോ. അല്ല അരവിന്ദേട്ടാ, അരവിന്ദേട്ടൻ പറയുന്ന അയാളെ കേട്ടില്ലെങ്കിലോ? കേൾക്കും, കേൾക്കാതിരിക്കില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ഞങ്ങളെ അന്ധകൂപത്തിലാക്കോ അരവിന്ദാ? അരവിന്ദ, നമ്മുടെ എല്ലാം ആധാരം. വഴക്കിനും വയ്യാവരിക്കും പോകണ്ട. എന്താടാ? മുതലാളി ക്ഷമിക്കണം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ? ആരാടാ ഈ ഞങ്ങള്? വരത്തെ കഴിവറുടെ മോനെ, നീ തൊഴിലാളിയാണോ? നീ കർഷകനാണോ? നീ ആരാടാ? ഞാനിവരുടെ നേതാവ്. കൊല്ലാകൊല്ലം വിത്തും വളവും കടം തരുന്ന എന്നേക്കാളും വിശ്വാസം നിങ്ങൾക്കൊക്കെ ഇപ്പൊ യവനെയാണ്, നേതാവിനെ അല്ലേടാ? ഇക്കുറി നേതാവിനെ പുഴുങ്ങി തിന്നത്തേ ഉള്ളൂല്ല. നെല്ല് കൊയ്ത് ചോറുണ്ടാവുന്ന ഒരുത്തനും കരുതണ്ട. എന്റെ പൈസ തരാതെ ഇവിടെ കൊയ്ത്ത് നടക്കത്തില്ല.
കോടതി പോയി സ്റ്റേ ചെയ്യിക്കും ഞാൻ കൊയ്ത്ത്, അറിയാമോ? കുത്തുവാള എടുപ്പിക്കും ഞാൻ, കുത്തുവാള, പട്ടി കഴിവറടവന്മാരെ. എങ്ങാണ്ടോ കിടന്ന ഒരു വരത്തിന് വേണ്ടി എനിക്കും എന്റെ ചത്തുപോയ അപ്പനപ്പന്മാർക്കും എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാനും വേണ്ടി നീയൊക്കെ വളർന്നു അല്ലടാ. ഒതുക്കാൻ അറിയാം, ഒതുക്കി തരാമടാ. എടോ മുതലാളി, താൻ അങ്ങനെയൊന്നും എടുക്കണ കണ്ട. കൊയ്ത്ത് തടയാൻ സ്റ്റേയും കൊണ്ടിഞ്ഞു വാ. താൻ എത്ര വണ്ടി പട്ടാളത്തെ കാവലിടും? കൂടി വന്ന ഒരു വണ്ടി പോലീസിനെ. ഞങ്ങൾ 2000 പേർ ഇറങ്ങി അങ്ങ് കൊയ്യും. താൻ എന്തോ ചെയ്യും? വണ്ടി മുതലാളി, ഞാൻ പറയുന്നൊന്ന് കേൾക്കും മുതലാളി. മുതലാളി ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അപകടം പിടിച്ച പണിയാണ്. ഞാൻ പറയുന്നത് കേൾക്കും മുതലാളി. മുതലാളി, തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടോ. വലിയ പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള ആളാണല്ലോ. അരവിന്ദനെ കാണുന്നില്ലല്ലോ. ഇനി ടൗണിൽ വെച്ച് മുതലാളി എങ്ങാനും കണ്ട് വല്ലതും. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ആ ദേ വരുന്ന അരവിന്ദൻ. എന്തായി? എന്തായിരുന്നു ചേട്ടാ? എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അയാളുടെ മനസ്സ് മാറിയോ അതോ നമ്മുടെ ഇന്നലത്തെ വിരട്ടേറ്റോ എന്തോ. കോടതി പോയിട്ടുമില്ല, സ്റ്റേ വാങ്ങിയിട്ടില്ല. വക്കീൽ ഉപദേശിച്ചു തന്ന ബുദ്ധിയാ. ഞാൻ ആലോചിച്ചപ്പോ അത് തന്നെയാ അതിന്റെ ശരി. വണ്ടിപ്പടി പോലീസിനെ ഇറക്കി സ്റ്റേയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? സ്റ്റേക്ക് പിന്നെ മറു സ്റ്റേ, കോടതി, അതിന്റെ വരാന്ത. ഈ പുഴുക്കളെ കൊല്ലാൻ എന്തിനാ അളിയാ ഇത്രയൊക്കെ പാടുപെടുന്നേ? നെല്ല് തീ കത്തിപ്പോയി, ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നു? ഇങ്ങനെ സമ്പാദിക്കുന്ന ഒന്നും മക്കൾ അനുഭവിക്കില്ല കേട്ടോ. നീ ആദ്യം പൊടി. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോകാൻ. മക്കൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിച്ചോളും, അത്ര തന്നെ. അളിയ, ലക്ഷ്മിക്കുട്ടി പറഞ്ഞതിന് കാര്യമുണ്ട്. തീക്കളിയാ, സൂക്ഷിക്കണം. ആ ഒന്ന് വേഗം വരണ്ട. എല്ലാം ഒഴിക്കട വിട്ടോ. മതിടാ, കേറി വരണ്ട, കേറി വാന്ന്.
ഇവളെ ആ കാവൽപുരയിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളുടെ ജോലി പണ്ടേ തീർന്നു. തെറ്റുപറ്റിയ തനിക്കാം. വേണമെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ തിരുത്താതിരിക്കാം. വാ ശശി. ആ